Good evening, teacher. ഇന്നലെ Good evening, teacher. ഓക്കെ ഇന്നലെ തന്ന പിന്നെ ഹോംവർക്സ് ഒക്കെ ചെയ്തോ നിങ്ങള് നോക്കിയായിരുന്നോ? അതില് അപ്പൊ ഇനി നമുക്ക് ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തു ടീച്ചർ. ചെയ്തു. അതില് ഡൗട്ട് ഒന്നുമില്ല. ടീച്ചർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇല്ല ടീച്ചർ. നമുക്ക് ഇനി എന്നാ ടൈം ആവുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ഒരു സിമ്പിൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാമേ. ഓക്കെ, ടെക്സ്റ്റ് ഉണ്ടല്ലോ. 1.1 3 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. Check whether the relation are defined in the set 1, 2, 3, 4, 5, 6 as R equal to set of all AB such that B equal to A plus 1 is reflexive, symmetric or transitive. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? റിലേഷനെ ടാബുലർ ഫോമില് ആദ്യം എഴുതി നോക്കണം. അപ്പൊ ഇവിടുത്തെ R ഈക്വൽ ടു പിന്നെ B ഈക്വൽ ടു A plus 1 ആണ് തന്നിരിക്കുന്ന റിലേഷൻ. That means second element equal to first element plus 1. ഇനി ഫസ്റ്റ് എലിമെന്റ് സെക്കൻഡ് എലിമെന്റ് എല്ലാം എവിടെ നിന്നാണ് എടുക്കേണ്ടത്? സെറ്റ് 1, 2, 3, 4, 5, 6 എന്നാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മള് എക്ക് 1 കൊടുക്കുന്നു. സെറ്റ് എക്ക് 1 കൊടുത്തു. A 1 ആകുമ്പോൾ ബി എന്തായിരിക്കണം? ബി ഈക്വൽ ടു A plus 1. 1 plus 1 2. ക്ലിയർ അല്ലേ? എക്ക് 2 കൊടുക്കുക. 2 കൊടുത്താല് 2 plus 1 3. 3, 4, okay, 4, 5, then 5, 6, എക്ക് 5 കൊടുത്തു. 6 സെക്കൻഡ് എലിമെന്റ് വന്നു. ഇനി നമുക്ക് എക്ക് 6 കൊടുക്കാവോ? ഇല്ല. എന്തുകൊണ്ടോ? പറ്റില്ല. കാരണം 6 കൊടുത്തു കഴിഞ്ഞാല് ബി എത്രയാവും? 7 ആ സെറ്റിലുണ്ടോ? ഇല്ല. അപ്പൊ ഇത് തീർന്നു. ഇത്രയും മെമ്പേഴ്സ് ആണ് ആ റിലേഷനിലുള്ളത്. 1, 2, 2, 3, 3, 4, 4, 5, 6. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മള് എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത് ഓരോ റിലേഷനും. അപ്പൊ നോക്കൂ, റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ഓരോ എലിമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആവണം. മീൻസ് 1, 1, 2, 2 ഒക്കെ വേണം. അതൊന്നും സെറ്റിലില്ല, ആറിലില്ല. സോ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ദെൻ സിമെട്രിക് ആണോ നോക്കാൻ 1, 2 ഉണ്ട്, പക്ഷെ 2, 1 ഇല്ല. അപ്പൊ ഒരു പെയർ ഒബേ ചെയ്തില്ലെങ്കിൽ തന്നെ അത് സിമെട്രിക് ആവില്ല. സോ ഇറ്റ് ഇസ് നോട്ട് സിമെട്രിക്. പിന്നെ ട്രാൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കാം. 1, 2, 2, 3 ഉണ്ട്. അപ്പൊ ഏത് വേണം? 1, 3 വേണം ട്രാൻസിറ്റ് ചെയ്യണമെങ്കിൽ. പക്ഷെ 1, 3 എന്ന പെയർ ഇല്ല ഇതില്. ഇറ്റ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്, നോട്ട് സിമെട്രിക് ആൻഡ് നോട്ട് ട്രാൻസിറ്റീവ്. മൂന്നും അല്ലാത്ത ഒരു റിലേഷൻ ആണ് അത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ മതി. ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 4. 1.1 ക്വസ്റ്റ്യൻ നമ്പർ 4. ഇപ്പൊ 4 പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ set of real numbers defined as R equal to set of all AB such that A less than or equal to B is reflexive and transitive but not symmetric എന്നാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ റിഫ്ലെക്സ്? ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ പിന്നെ നോട്ടില് ചെയ്താൽ മതി. അപ്പോ A less than or equal to B ആണ് റിലേഷൻ. അപ്പൊ നമുക്ക് A less than or equal to A എന്ന് പറയാവോ? A less than or equal to A എന്ന്? A less than or equal to A ആണോ? പറയാ ടീച്ചർ. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഇസ് ട്രൂ. അപ്പൊ എല്ലാ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അങ്ങനെ വരുമ്പോ അതൊരു എന്ത് റിലേഷൻ ആണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. പിന്നെ നോക്കേണ്ടത്
ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ രണ്ട് പെയർ വരണം, എ ബി ആൻഡ് ബി സി. അപ്പൊ എ ബി വരിക എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി സി ആറിൽ വരിക എന്ന് പറഞ്ഞാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയാം. ട്രാൻസിറ്റ് ചെയ്യുന്നുണ്ട്, എ ടു സി, എന്ന് സിയിലേക്ക് റിലേഷൻ പോകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. സിമെട്രിക് ആവില്ല എന്നാ പറയണത്. അപ്പം നോക്കാം, എ ബി ആറിലുണ്ടെങ്കിൽ കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ഇതിനെ നമുക്ക് തിരിച്ചു പറയാവോ? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. ബി ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? നോട്ട് സിമെട്രിക്. റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. ഓക്കെ. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ഫിഫ്ത്ത്, check whether the relation R in set of real numbers defined as R equal to set of ordered pair AB such that A less than or equal to B cube. അവിടുത്തെ റിലേഷൻ പറയുന്നത് A less than or equal to B cube ആണ് റിലേഷൻ. Check whether it is reflexive, symmetric, ട്രാൻസിറ്റീവ് എന്നാണ്. ഏകദേശം ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അപ്പൊ അതിലെ ആ എലമെന്റ് തന്നെ, പർട്ടിക്കുലർ ആ എലമെന്റ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ ഹാഫ് എടുത്താല് ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ക്യൂബ് എന്ന് പറയാമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 ആണോ? നോ, ഹാഫ് ഇസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8. സോ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പൊ ഏതെങ്കിലും ഒരു എലമെന്റ് ഒബേ ചെയ്യാതിരുന്നാൽ തന്നെ അത് ആവില്ല റിലേഷൻ. സോ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. പിന്നെ സിമെട്രിക് ആണോ നോക്കുക. ഇപ്പൊ 1 2 എന്ന പെയർ ആറിൽ ഉണ്ടാവും. കാരണം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ആണ്. 1 is less than or equal to 8. ഇതിനെ തിരിച്ചു പറയാൻ പറ്റുമോ നമുക്ക്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറയാമോ? ഇല്ല. Not less than or equal to 1 cube. So it is not symmetric. It is not symmetric. അപ്പൊ അത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല. പിന്നെ ട്രാൻസിറ്റ് ചെയ്യുമെന്ന് നോക്കണം. ട്രാൻസിറ്റ് ചെയ്യോ? അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾസിനെ കൗണ്ടർ എക്സാമ്പിൾ എന്നാണ് പറയാ. അത് നോ, അല്ല, ഒബേ ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്ന എക്സാമ്പിൾസ്. അപ്പൊ അടുത്തത് ട്രാൻസിറ്റീവ് അല്ലെന്ന് കാണിക്കാന് രണ്ട് പേർ നമ്മൾ എടുക്കുകയാണ്, 9 3 ആൻഡ് 3 2. എലമെന്റ് ഓഫ് ആർ ആറിലുണ്ടോന്ന് ആദ്യം നോക്കുക. 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ്. ട്രൂ അല്ലേ? 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27 ആണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. 3 is less than or equal to 8 ആണ്. ഇനി അതിൽ നിന്ന് ട്രാൻസിറ്റ് ചെയ്യണമെങ്കിൽ 9 2 വേണം. 9 2 വേണമെങ്കിൽ 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ആയിരിക്കണം. പക്ഷെ ഇവിടെ 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണോ? നോ, it is not less than or equal to 2 cube. So 9 2, it is not an element of R. That pair is not in R. So it is not transitive. A question. Then next question like varam. Orudam ellaru ettitundavunnu vicharikkunu. Ini next show that the relation R in this set 1 2 3 given by relation define cheyyunnathu set 1 2 3 ilana. It's given by R equal to set 1 2 2 1. 1 2 2 1 is symmetric but neither reflexive nor transitive. Either symmetric aana, reflexive alla, transitive alla ennana. So symmetric aana, elements ne nokku 1 2 undu 2 1 undu. So it is symmetric. Ini reflexive ആവണമെങ്കിൽ 1 1 വേണം, 2 2 വേണം, അതൊന്നുമില്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. പിന്നെ ട്രാൻസിറ്റ് ചെയ്യണമെങ്കിൽ 1 2 ഉണ്ട്, 2 1 ഉണ്ട്,
അപ്പൊ ഏത് വേണം? 1 1 വേണം. 1 1 വേണം. അതില്ല. അതേപോലെ ഇങ്ങനെ നോക്കാം. 2 1 ഉണ്ട്, 1 2 ഉണ്ട്. ഇതും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 2 2 2 2 എന്ന പേരാണ്. ട്രാൻസിറ്റ് ചെയ്ത് പോകണമെങ്കിൽ കിട്ടേണ്ടത് 2 2 ആണ്. അതും ആ സെറ്റിനകത്ത് ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇതാണ് ക്വസ്റ്റ്യൻ. Then സെവൻത്ത് ക്വസ്റ്റ്യൻ ഒരു വെർബൽ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 7th. പിന്നെ നമുക്ക് 8ലേക്ക് പോവാം. 8th, ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 given by r equal to set of ordered pair AB such that mod A minus B is even. അതാണ് ഇവിടുത്തെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. എ ബി എന്ന പെയർ അല്ലെങ്കിൽ എ ആൻഡ് ബി റിലേറ്റഡ് ആവണമെങ്കിൽ കണ്ടീഷൻ mod A minus B is even. R is set of ordered pair AB such that mod A minus B is even. It is even. Show that it is an equivalence relation. അപ്പൊ ഈ റിലേഷൻ, ഈ തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോറി, ബ്രാക്കറ്റ് ഇവിടെ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് ടീച്ചർ മ്യൂട്ട് ചെയ്തിരിക്കുക. ടീച്ചർ കേൾക്കണില്ല, മ്യൂട്ടാണ്. ഹലോ ടീച്ചർ, മ്യൂട്ടാണ് ടീച്ചർ. മ്യൂട്ടാണ് ടീച്ചർ. ഇപ്പൊ ഓക്കെ. ഹലോ, ഇപ്പൊ ഓക്കെ ആയോ? കറക്റ്റ് ടീച്ചർ. ഓക്കെ ടീച്ചർ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ റിലേഷൻ നമുക്ക് ഈക്വലൻസ് റിലേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈക്വലൻസ് റിലേഷൻ? റിലേഷൻ വിച്ച് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പൊ ആദ്യം റിഫ്ലെക്സിവിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നോക്കുക, മോഡ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0. 0 is even. 0 നമ്മൾ ഈവൻ നമ്പർ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. 0 which is even. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എലമെന്റ് ഓഫ് ആർ. അങ്ങനെ ഏത് എ എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. കാരണം ഇവിടെ ഏത് എലമെന്റും അതിനോട് റിലേറ്റഡ് ആവാൻ കാരണം എന്താ? ഡിഫറൻസ് ഈസ് 0, ഇറ്റ് ഈസ് ഈവൻ. ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്തത് സിമെട്രി നമുക്ക് ചെയ്യാനുണ്ട്. സിമെട്രിക് ആണോ റിലേഷൻ എന്ന് നോക്കണം. അതിനുവേണ്ടി അപ്പൊ ഇവിടെ സെറ്റ് തന്നിരിക്കുന്നത് ഏതാണ്? 1 2 3 4 5 ആണ്. ഇതിന്നാണ് നമ്മൾ എലമെന്റ്സ് എടുക്കുന്നത്. എ ബി എന്ന് പറയുന്നതൊക്കെ ഈ 1 2 3 4 5 രണ്ട് എലമെന്റ്സ് ആണ്. അതിന് നമ്മൾ ജനറലി എ ആൻഡ് ബി എന്ന് എഴുതുന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് സിമെട്രിക് ആണോ എന്ന്. എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ, മോഡ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ മോഡ് ബി മൈനസ് എയും ഈവൻ ആയിരിക്കും. അതായത് എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ബി എ ഇസ് ഓൾസോ എലമെന്റ് ഓഫ് ആർ എന്ന കണ്ടീഷൻ നമുക്ക് കിട്ടുന്നു. ബി എലമെന്റ് ഓഫ് ആർ എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് സിമെട്രിക്. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി നോക്കാൻ വേണ്ടി എ ബി ബി സി എന്ന രണ്ട് പേരാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ എ ബി ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ എടുത്തു. ഇതിപ്പം നമ്മൾ 1 2 2 3 3 4 3 5 ഇങ്ങനെ എല്ലാം നമുക്ക് എടുത്തെടുത്ത് നോക്കാൻ പറ്റില്ല. അപ്പൊ ഈ ജനറലൈസ് ചെയ്തിട്ട് ഈ 1 2 3 4 5 ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ എ ബി എ സി എ കൺസിഡർ ചെയ്യുന്നത്.
അങ്ങനെ എ ബി എന്ന പെയറും ബി സി എന്ന പെയറും ആറിലുണ്ടെങ്കിൽ കണ്ടീഷൻ മോഡ് എ മൈനസ് ബി ഇസ് ഈവൻ. Similarly, mod b minus c is even എന്നാണ്. ഇനി രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ഈവൻ നമ്പർ ആണ് കിട്ടുക. അപ്പം എയുടെയും ബിയുടെയും ഡിഫറൻസ് ഈവൻ ആവുക, ബിയുടെയും സിയുടെയും ഡിഫറൻസ് ഈവൻ ആവുക. അങ്ങനെയാണെങ്കിൽ എയുടെയും സിയുടെയും ഡിഫറൻസും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ റിലേഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എ സി ഓർഡേർഡ് പെയർ എ സി എലമെന്റ് ഓഫ് ആർ എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ റിലേഷൻ റിഫ്ലെക്സീവ് ആയി, സിമെട്രിക് ആയി, ട്രാൻസിറ്റീവ് ആയി. അങ്ങനെയുള്ള റിലേഷനാണ് എന്ത് പറയുന്നത്? ഇക്വാലൻസ് റിലേഷൻ. സോ ദിസ് ഇസ് അൻ ഇക്വാലൻസ് റിലേഷൻ. ഇനി ആ ക്വസ്റ്റ്യനിൽ തീർന്നിട്ടില്ല. അതിൽ ഷോ ദാറ്റ് all the elements of 1 3 5 set 1 3 5 are related to each other. 1 3 5 എന്ന സെറ്റിലെ എലമെന്റ്സ് related to each other. അതുപോലെ all the elements of the set 2 4 are related to each other എന്നാണ്. അപ്പോൾ 1 3 5 എന്ന സെറ്റ് ആദ്യം നോക്കുക. അതിന്റെ പ്രത്യേകത എന്താ? എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എപ്പോഴും എന്താണ്? ഈവൻ ആയിരിക്കും. അപ്പൊ ഈ സെറ്റിൽ നിന്ന് ഏത് രണ്ട് എലമെന്റ്സ് എടുത്ത് നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ഈ എലമെന്റ്സ് എല്ലാം റിലേറ്റഡ് ആണ് പരസ്പരം. സോ ഓൾ ദി എലമെന്റ്സ് ഓഫ് ദിസ് സെറ്റ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ബിക്കോസ് ദി ഡിഫറൻസ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഇസ് ഓൾവേസ് ഈവൻ. ക്ലിയർ? അതുപോലെ ഇനി സെറ്റ് 2 4 കൺസിഡർ ചെയ്യുക. 2 4 രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ്. ഇനി ഈ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ ഡിഫറൻസും എപ്പോഴും ഈവൻ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുത്താലും നമുക്ക് ഈവനാ കിട്ടുന്നത്. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഈവനാ കിട്ടുന്നതെങ്കിൽ ആ റിലേഷൻ വന്നു, ആ സെറ്റിൽ വന്നു. സോ 2 and 4 are also related to each other. All the elements of the set 2 4 are also related to each other. Okay, then ഒരു സെന്റൻസ് കൂടി ഉണ്ട് അതില്. But no element of set 1 3 5 is related to any element of 2 4. No element of that first set, this first set is related to any element of second set 2 4 ആയിരിക്കും. കാരണം എന്താ? മോളിൽ കിടക്കുന്ന സെറ്റ് നോക്കൂ, ഓഡ് നമ്പേഴ്സ് ആണ് അതിലുള്ളത്. താഴെയുള്ള സെറ്റിലുള്ള ഈവൻ നമ്പർ ആണ്. ഒരു ഓഡിന്റെയും ഒരു ഈവന്റെയും ഡിഫറൻസ് ഈവൻ ആവുമോ? ഇല്ല, ഈവൻ നമ്പർ ആവില്ല. അപ്പൊ അതുകൊണ്ട് മേലെയുള്ള സെറ്റിലെ ഒരു എലമെന്റും താഴെയുള്ള സെറ്റിനോട് റിലേറ്റഡ് അല്ല. സോ നോ എലമെന്റ് ഓഫ് സെറ്റ് 1 3 5 is related to any element of 2 4 because the difference of an odd number and an even number is not even, or it is always odd. ആണ്. ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ഇനി 9th ഒന്ന് ചെയ്യാം അല്ലേ? നമുക്കൊന്ന് 9th ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. നോക്കൂ, show that each of the relation R in the set A equal to set of all x element of set such that 0 less than or equal to x less than or equal to 12 given by രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്, 1 and 2. അതിൽ ഫസ്റ്റ് വൺ നോക്കുക. R equal to set of ordered pair AB such that A minus B is a multiple of 4. First question, R equal to set of ordered pair AB such that A minus B is a mod A minus B. Mod A minus B is a multiple of 4. നമുക്ക് ഇങ്ങനെ എഴുതാം മൾട്ടിപ്പിൾ ഓഫ് 4നെ. നമുക്ക് ഫസ്റ്റ് പരിചയം ഉണ്ട് മൾട്ടിപ്പിൾ ഓഫ് 4 ഇങ്ങനെ എഴുതി അല്ലേ? ഓക്കെ, ഇങ്ങനെ എഴുതി. ഇതാണ്. എന്നിട്ട് show that it is an equivalence relation. Find the set of all elements related to 1 in each case. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു, ഇത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. അപ്പൊ ഈക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാൻ ഓരോന്നായിട്ട് നോക്കുക. എ സെറ്റിൽ വരുമോ? എ സെറ്റിൽ വരണമെങ്കിൽ കണ്ടീഷൻ മോഡ് എ മൈനസ് എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4.
which is true. Mod A minus A is 0. It is a multiple of 4. So it is reflexive. It is reflexive. Then take a ordered pair AB from R. So AB R condition idana mod A minus B is a multiple of 4. On a condition. In mod A minus B multiple of 4 anagil namukku parayam mod B minus A is a multiple of 4. Mod B minus A multiple of 4 anengil ഇതിന് കറസ്പോണ്ടിങ് ഓർഡേഡ് പെയർ അല്ലെങ്കിൽ റിലേഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്താൽ ഏത് പെയറാ നമുക്ക് കിട്ടുക? ബി എ, ഓർഡേഡ് പെയർ ബി എ എലമെന്റ് ഓഫ് ആർ എന്ന് കിട്ടി. സോ ഓരോ എ ബിക്കും ഓരോ ബി എ ആറിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് റിലേഷൻ ഈസ് സിമെട്രിക്. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റിവിറ്റിക്ക് വേണ്ടി 2 പെയർ എടുക്കണം എപ്പോഴും നമുക്ക്. അപ്പോൾ ടേക്ക് എ ബി ആൻഡ് BC from R. എന്നിട്ട് അതിന്റെ കണ്ടീഷൻ എഴുതുക. എ ബി ആറിലാവാനുള്ള കണ്ടീഷൻ mod A minus B is a multiple of 4 and mod B minus C is a multiple of 4. അതാണ് കണ്ടീഷൻസ്. ഇനി mod A minus B ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണ്, B minus C another 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 2 4ന്റെ മൾട്ടിപ്പിൾസ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേറൊരു മൾട്ടിപ്പിൾ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ again we will get a multiple of 4. So mod A minus B plus B minus C is a multiple of 4. ഇപ്പൊ ഡിഫറൻസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ മോഡ് ഒഴിവാക്കി. ഫസ്റ്റ് വൺ A minus B എന്നെടുത്തു, സെക്കൻഡിന് B minus C എന്നിട്ട് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? mod A minus C is a multiple of 4. mod A minus C multiple of 4 ആണെങ്കിൽ അതിനെ റിലേഷനിൽ കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്കത് AC എലമെന്റ് ഓഫ് R കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടി. അപ്പൊ AB എലമെന്റ് ഓഫ് R, BC എലമെന്റ് ഓഫ് R implies AC എലമെന്റ് ഓഫ് R. So it is transitive. That relation is transitive. അപ്പൊ എന്തായി? Equivalence relation. So that R is an equivalence relation. Then find the set of all elements related to 1 in 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1നോട് റിലേറ്റഡ് ആയ എലമെന്റ്സ് ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. 1നോട് ഒരു എലമെന്റ് റിലേറ്റഡ് ആവണമെങ്കിൽ 1ന്റെയും നമ്മൾ എടുക്കുന്ന ആ എലമെന്റിന്റെയും ഡിഫറൻസ് എത്രയായിരിക്കണം? ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 ആവണം. mod A minus B മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിലാണ് A and B റിലേറ്റഡ് ആവുന്നത്. ഈ എലമെന്റ്സ് ഒക്കെ എവിടുന്ന എടുക്കേണ്ടത്? അത് നോക്കൂ, ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ is defined in set A, set of integers, and it is in between 0 and 12, including 0, including 12. അതിനിടയ്ക്ക് വരുന്ന integers ഇതൊക്കെയാണ് A എലമെന്റ്സ്. അവിടെ നിന്നാണ് നമുക്ക് ഈ എലമെന്റ്സിനെ എടുക്കേണ്ടത്. അപ്പോ 1നോട് റിലേറ്റഡ് ആയ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1ന്റെയും നമ്മൾ ഇനി എടുക്കുന്ന എലമെന്റിന്റെയും കൂടെ ഡിഫറൻസ് 4 ആയിരിക്കണം. അപ്പോ 1 ഏതൊക്കെ ആണ് 1നോട് റിലേറ്റഡ് ആയിട്ട് വരിക? പറയാൻ പറ്റുമോ? 1 1നോട് റിലേറ്റഡ് ആണോ? 1 1നോട് റിലേറ്റഡ് ആണോ? എന്താ 1 minus 1 വരുന്നത്? 0. It is a multiple അല്ലേ? അതെ. അപ്പോ 1നോട് റിലേറ്റഡ് ആണ്. പിന്നെ നെക്സ്റ്റ് എലമെന്റിന് വേണ്ടി നമ്മൾ തെരഞ്ഞു നോക്കുകയാണ്. ഇനി ഏത് ഈ 1ന്റെയും വേറെ ഏത് നമ്പറിന്റെയും കൂടെ ഡിഫറൻസ് 4ന്റെ മൾട്ടിപ്പിൾ വരും? പറയൂ. ഏത് വരും? 5. 1 and 5 നോക്ക. ഡിഫറൻസ് എത്ര വരുന്നത് 1ന്റെ 5ന്റെയും? 4 ആണ്. കഴിഞ്ഞു. 5 കിട്ടി ഒരു എലമെന്റ്. ഇനി 1ന്റെയും നെക്സ്റ്റ് ആ സെറ്റിൽ കിടക്കുന്ന ഏത് എലമെന്റ് എടുത്താല് ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് 4 വരും? 9. കാരണം അതെ 9. 9ന്റെ 1ന്റെ ഡിഫറൻസ് 8 ആണ്. ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? ഇനി അങ്ങനെ പോയി 12 വരെയാണ് അതില് എലമെന്റ്സ് വരുന്നത്. ഇനി കിട്ടുമോ എലമെന്റ്സിനെ? 1ന്റെയും ഇല്ല. സോ this set is
set of elements related to 1. Okay. ഇനി അതില് 9th-ലെ second question നോക്കൂ. R equal to set of ordered pair. R equal to set of ordered pair AB such that A is equal to B. ഇതാണ്. അപ്പൊ ഇത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിലേറ്റഡ് ടു 1 ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ ഇത് നോക്കൂ. അപ്പം A is equal to B എന്ന റിലേഷൻ, ഇത് സോ സിമ്പിൾ. A is equal to A ആണല്ലോ. ദാറ്റ് മീൻസ് AA എലമെന്റ് ഓഫ് R. ഇനി AB എലമെന്റ് ഓഫ് R എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിലേഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് A is equal to B ആണ്. A is equal to B implies B is equal to A. B equal to A ആണെങ്കിൽ റിലേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ BA element of R. So AB element of R implies BA element of R. So it is this relation is symmetric. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി നോക്കാം. അതിന് 2 പെയർ എടുക്കണം ട്രാൻസിറ്റിവിറ്റിക്ക്, AB ആൻഡ് BC element of R. അപ്പൊ റിലേഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ A is equal to B, B is equal to C. ഇതിൽ നിന്ന് നമുക്ക് A is equal to C എന്ന് പറയാം. So that implies AC, ordered pair AC element of R. So it is transitive ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് find set of all elements which are related to 1. ഈ കേസിൽ അപ്പൊ 1നോട് റിലേറ്റഡ് ആവണമെങ്കിൽ 1ന് ഈക്വൽ ആവണം. 1ന് ഈക്വൽ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ സെറ്റ് ഓഫ് എലമെന്റ്സ് റിലേറ്റഡ് ടു 1 is 1 itself, set 1. സെറ്റ് ആയിട്ട് ചോദിച്ചതുകൊണ്ട് set 1. കഴിഞ്ഞ കേസിൽ സെറ്റ് ഓഫ് എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ചോദിച്ചില്ലേ, അവിടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ കേസ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പൊ അതില് 2 എലമെന്റ്സ് റിലേറ്റഡ് ആവണമെങ്കിൽ ആ 2 എലമെന്റ്സിന്റെ ഡിഫറൻസ് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 4ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 0 വരാം. 0 is 0 and 4. 0 എപ്പോഴും വരും. 0, 4, 8 ഇങ്ങനെ പോകും. 4ന്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ. അപ്പം നമുക്ക് 1നോട് റിലേറ്റഡ് ആണ്. എന്തുകൊണ്ടാ? 1 minus 1 is 0. 1ന്റെയും ഡിഫറൻസ് 0 ആണ്. അപ്പൊ 1നോട് റിലേറ്റഡ് ആയ ഒരു എലമെന്റ് കിട്ടി 1. ഇനി നമ്മൾ ആ സെറ്റില് നെക്സ്റ്റ് 1നോട് റിലേറ്റഡ് ആയ എലമെന്റിനെ അന്വേഷിക്കുകയാണ്. അതായത് 1ന്റെയും ഇനി നമ്മൾ ആ സെറ്റിൽ നിന്ന് എടുക്കുന്ന എലമെന്റിന്റെയും ഡിഫറൻസ് 4 ആയിരിക്കണം. അതിൽ 5 ഉണ്ട്. 1ന്റെയും 5ന്റെയും ഡിഫറൻസ് 4. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 1നോട് റിലേറ്റഡ് ആയ അനദർ എലമെന്റ് നമുക്ക് 5. ഇനിയും നോക്കുകയാണ് ഇനി ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ. അപ്പൊ ഇനി 9 ഉണ്ട് അതില്. 1ന്റെയും 9ന്റെയും ഡിഫറൻസ് 8 ആണ്. 8 is a multiple of 4. Next one is 9. 9 കഴിഞ്ഞു. ഇനി 10ഓ 11ഓ 12ഓ എടുത്താലൊന്നും 1ന്റെയും ആ എടുക്കുന്ന നമ്പറിന്റെയും ഡിഫറൻസ് നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ കിട്ടില്ല. So these are the 3 numbers related to 1 in the first question. അതായത് 9ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതില് 1ന് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് 1, 5, 5 വരോ? ഏതാ? -5. അയ്യോ, ആ സെറ്റ് നോക്ക. ക്വസ്റ്റ്യനിൽ സെറ്റ് ഏതാ നോക്ക. സെറ്റ് A equal to set of all x such that 0 less than or equal to x less than or to 12. 0 less than or equal to x ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ ടീച്ചർ, മനസ്സിലായി. അപ്പൊ 0 to 12 വരെയല്ലേ വരുള്ളൂ. ക്ലിയർ ആയി ടീച്ചർ. ക്ലിയർ. ഓക്കെ. ഇനി അതിൽ 10th ക്വസ്റ്റ്യൻ എക്സാമ്പിൾ കൊടുക്കാനാണ്. ഗിവൻ എക്സാമ്പിൾ വിച്ച് ഇസ് സിമെട്രിക് റിലേഷൻ, ഇത് റിഫ്ലെക്സീവ് നോട്ട് ട്രാൻസിറ്റീവ്. അതെല്ലാം നിങ്ങൾ എക്സാമ്പിൾ ആയതുകൊണ്ട് ഒരു കട്ട് ആൻഡ് റൈറ്റ് ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അതൊക്കെ അത് ചെയ്യാം. 11. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 12 ഒന്ന് വേഗം പറയാം. ക്വസ്റ്റ്യൻ 12 നോക്കൂ. അപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് നാളെ നമുക്ക് ചെയ്തു വെക്കണം. ഡൗട്ട് ഉണ്ട് അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാം. ഷോ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദി സെറ്റ് എ ഓഫ് ട്രയാങ്കിൾസ്. അപ്പോ ആർ എന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ട്രയാങ്കിൾസ്, സെറ്റ് ഓഫ് ട്രയാങ്കിൾസിലാണ്.
defined as R equal to set of ordered pair T1, T2, set of ordered pair T1, T2 such that T1 is similar to T2. T1 similar to T2. ഇതാണ് relation. Okay. It is an equivalence relation. ഇത് equivalence ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് പിന്നെ നോക്കാം. അപ്പോ ഇത് equivalence relation ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. A അതായത് സെറ്റ് ഓഫ് ട്രയാങ്കിൾസിൽ ഡിഫൈൻ ചെയ്തു. റിലേഷൻ is R equal to set of triangles T1, T2. അപ്പൊ നോക്കാം, ട്രയാങ്കിൾസിന്റെ സെറ്റ് ആണത്. അതില് ഈ റിലേഷനിലേക്ക് നമ്മൾ എലമെന്റ്സിനെ പിക്ക് ചെയ്യുന്നത് ഏതൊക്കെ ട്രയാങ്കിൾസിനെയാണ് ഇതിലോട്ട് എടുക്കുന്നതെന്ന് വെച്ചാല്, ഒരു ട്രയാങ്കിൾ വേറൊന്നിന് സിമിലർ ആണെങ്കിൽ, സിമിലർ അറിയാമല്ലോ, എന്താ സിമിലർ ട്രയാങ്കിൾസ്? എന്താ സിമിലറും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് സെയിം ഷേപ്പ്, മനസ്സിലായില്ലേ? സെയിം ഷേപ്പ് ഉള്ളതാണ് സിമിലർ. അതില് ഇപ്പൊ നമ്മൾ പറയുമ്പോ ആംഗിൾസ് എന്തായിരിക്കണം, പ്രൊപ്പോർഷണൽ ആയിരിക്കണം, സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് സെയിം ആയിട്ടുള്ളതാണ് സിമിലർ ട്രയാങ്കിൾ. എന്താ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ? ഹായ്, കേൾക്കുന്നുണ്ടോ? ടൈം അപ്പ് ആയതാണ്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ നോക്കൂ. 12th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. R equal to set of T1, T2 such that T1 similar to T2. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ സെയിം ഷേപ്പ് ആയിരിക്കും, സൈസ് വിൽ ബി ഡിഫറെന്റ്. അപ്പൊ സൈസും ഷേപ്പും രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ ആണ് എന്ത് ട്രയാങ്കിൾ? കോൺഗ്രുവന്റ്. ഓക്കെ, കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ സിമിലാരിറ്റി ആണ്, സിമിലർ ട്രയാങ്കിൾ ആണ് പറയുന്നത്. അപ്പൊ ഈ സെറ്റ് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് T1, T1 എലമെന്റ് ഓഫ് R എന്ന് പറയാം. എന്തുകൊണ്ടാ? ഓരോ ട്രയാങ്കിളും അതിനോട് തന്നെ സിമിലർ ആണ്. അതിനോട് തന്നെ സിമിലർ ആയതുകൊണ്ട് ഓരോ ട്രയാങ്കിളും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. So T1 is an element of R, it is reflexive. പിന്നെ നെക്സ്റ്റ് T1, T2 എന്ന ഒരു പെയർ ആറിൽ നിന്ന് എടുക്കുക. ആറിൽ നിന്ന് T1, T2 എന്ന പെയർ എടുത്തു കഴിഞ്ഞാല് T1 is similar to T2. അപ്പോഴല്ലേ T1 and T2 എന്ന പെയർ എവിടെ വരൂ? ആറിൽ വരും, റിലേറ്റഡ് ആകുമ്പോഴല്ലേ. അപ്പൊ T1 similar to T2 ആണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം T2 similar to T1. So T2, T1 element of R. So it is symmetric. ട്രാൻസിറ്റിവിറ്റിക്ക് T1, T2 രണ്ട് പേർ എടുക്കണമല്ലോ. T1, T2, T2, T3 രണ്ട് പേർ എടുക്കാം ഫ്രം R. അപ്പൊ ഫസ്റ്റ് പെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് T1 similar to T2, സെക്കൻഡ് പെയറിൽ നിന്ന് T2 similar to T3. അപ്പൊ T1 T2 ന് സിമിലർ, T2 T3 ക്ക് സിമിലർ, then T1 similar to T3. So the pair T1, T3 element of R. നമുക്ക് ആ പെയർ ആറിൽ എലിമെന്റ് ആയിട്ട് കിട്ടും. ട്രാൻസിറ്റീവ് പെയർ റിലേഷൻ, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആയി, so it is an equivalence relation. പിന്നെ അതിനകത്ത് കൺസിഡർ 3 റൈറ്റ് ട്രയാങ്കിൾസ് T1 with sides 3, 4, 5. അപ്പൊ 3 റൈറ്റ് ട്രയാങ്കിൾസിന്റെ കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 3 റൈറ്റ് ട്രയാങ്കിൾസ്. ഫസ്റ്റ് വൺ 3, 4, 5 സൈഡ്, T2 with sides 5, 12, 13 and T3 of sides 6, 8, 10. Which triangles among T1, T2 and T3 are related? അപ്പൊ ഇതില് സെയിം ഷേപ്പ് സിമിലാരിറ്റി വരുന്നത് ഏതിനൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവുന്നത് നോക്കുക. 3, 4, 5ന് പ്രൊപ്പോർഷണൽ സൈഡ്സ് ആണ് 6, 8, 10. ഓക്കെ, ഡബിൾ അല്ലേ വരുന്നത്?
ഡബിൾ ആയതുകൊണ്ട് ആ രണ്ട് ട്രയാങ്കിൾസ് ഫസ്റ്റ് വൺ T1 ആൻഡ് T3 ആർ സിമിലർ. അത് രണ്ടുമാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതില് 13 അല്ല നിങ്ങൾ ചെയ്ത് നോക്കാം. അടുത്ത നമുക്ക് 14 നോക്കാം. Let L be the set of all lines. 14 കേട്ടോ, question number 14. Let L be the set of all lines in XY plane. Lines in XY plane, and R be the relation in L defined as R equal to set of ordered pair L1 L2 such that L1 parallel to L2. Show that R is an equivalence relation and find the set of all lines related to the line y is equal to 2x plus 4. ഇവിടെ set of lines ആണ് XY പ്ലെയിനിലെ ലൈൻസ്. അതാണ് നമ്മൾ എന്തായിട്ട് സെറ്റ് L ആയിട്ട് എടുക്കുന്നത്, സെറ്റ് ഓഫ് ലൈൻസ് ഇൻ ദി പ്ലെയിൻ. ആ സെറ്റിലാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, R എന്ന റിലേഷൻ. അപ്പൊ R എന്ന റിലേഷൻ പറയുന്നത് L1 L2വിനോട് റിലേറ്റഡ് ആവണമെങ്കിൽ, L1 L2 എന്ന പെയർ ആറിൽ വരണമെങ്കിൽ കണ്ടീഷൻ ഇസ് L1 പാരലൽ ടു L2. അപ്പൊ പാരലൽ ലൈൻസ് ആണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. എന്നിട്ട് ഈ റിലേഷൻ ആണ് ഇക്വലൻസ് റിലേഷൻ എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം L1 is parallel to L1 അല്ലേ, ഓരോ ലൈനും അതിന് തന്നെ പാരലാണ്, ഓരോ ലൈനും അതിനോട് തന്നെ പാരലാണ്. അപ്പോ എന്തായി, ദാറ്റ് റിലേഷൻ ഈസ് it is reflexive. ഇനി L1 L2 എന്ന പെയർ എടുക്കുക ആറിൽ നിന്ന്. ടേക്ക് ദി പെയർ L1 L2 ഫ്രം R. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കണ്ടീഷൻ കിട്ടുന്നത്, L1 പാരലൽ ടു L2, അതാണ് റിലേഷൻ. അപ്പൊ L1 L2 എന്ന പെയർ ആറിൽ ഉണ്ടെങ്കിൽ L1 is parallel to L2. L1 parallel to L2 ആണെങ്കിൽ നമുക്ക് L2 parallel to L1 എന്ന് പറയാമല്ലോ. തിരിച്ച് സെക്കൻഡ് ലൈൻ is parallel to ഫസ്റ്റ് ലൈൻ. So it is symmetric. ഇനി ട്രാൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് L1 L2 ആൻഡ് L2 L3 ഇങ്ങനെ രണ്ട് പെയർ കൺസിഡർ ചെയ്യണം. ഇനി L1 L2 പെയർ ഉണ്ടെങ്കിൽ L1 റിലേറ്റഡ് ടു L2, that means L1 is parallel to L2, then L2 is parallel to L3. L1 parallel to L2, L2 parallel to L3, then we can say L1 is parallel to L3. If L1 is parallel to L3, then L1 L3 ordered pair, it is an element of R. So it is a transitive relation. So it is reflexive, symmetric and transitive. It is an equivalence relation. And show that R is an equivalence relation. And now show chedu. Find the set of all lines related to the line y is equal to 2x plus 4. നമുക്ക് ഒരു ലൈൻ തന്നിട്ടുണ്ട് y equal to 2x plus 4 എന്നൊരു ലൈൻ തന്നിട്ടുണ്ട്. ഇതിന് റിലേറ്റഡ് ആയ ലൈൻസ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടുത്തെ റിലേഷൻ പാരലൽ ടു ആണ്. അപ്പോ ക്വസ്റ്റ്യൻ ഇതിന് പാരലായ ലൈൻസ് ഏതൊക്കെ എന്നാ ഈ ക്വസ്റ്റ്യൻ. ഇതിന് പാരലായ ലൈൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ സെയിം സ്ലോപ്പിലുള്ള ലൈൻ ആയിരിക്കണം. ഇതിന്റെ സ്ലോപ്പ് എത്ര പറയൂ, ഈ ലൈനിന്റെ സ്ലോപ്പ്? What is the slope of this line? ഈ ലൈൻ നോക്കൂ, y equal to mx plus c ഫോം അല്ലേ? ആണോ? ഫസ്റ്റ് ഇയർ. So the slope is 2. -2 ആണ് സ്ലോപ്പ്. അപ്പൊ 2 സ്ലോപ്പ് ആയിട്ട് വരുന്ന ലൈൻസ് ഒക്കെ ഈ ലൈന് പാരലാണ്. അപ്പൊ 2 സ്ലോപ്പ് ആയിട്ട് വരുന്ന ലൈൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ y is equal to 2x plus കോൺസ്റ്റന്റ് മാത്രം മാറ്റി കൊടുക്കുക, c എലമെന്റ് ഓഫ് R. R എന്ന് പറയുന്ന ഇവിടെ ഈ R സെറ്റ് ഓഫ് റിയൽസ് ആണ് കേട്ടോ, നമ്മൾ ഇങ്ങനെ ഡബിൾ ലൈനിൽ കൊടുക്കുന്ന റിലേഷന്റെ R അല്ല. അപ്പൊ c is any real number. This means c is any real number or c is a constant. അപ്പൊ ഇങ്ങനെ വരുന്ന ലൈൻസ് ഒക്കെ ഏതിന് പാരലൽ ആയിരിക്കും? 2x plus 4 പാരലൽ ആണ്. അതാണ് ക്വസ്റ്റ്യൻ. ഇനി അതിനകത്ത് 15 and 16 എന്ന് പറഞ്ഞ രണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ
ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്കാണ് പോകേണ്ടത്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഡൗട്ട്? സ്വാതി ടീച്ചർ അറിയാതെ അറിയാതെയാണോ? ഓക്കെ, ഞാൻ വിചാരിച്ചു ഡൗട്ട് ആയിരിക്കും. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി നമ്മൾ പറഞ്ഞ പോർഷന് എനി ഡൗട്ട്? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നലത്തെ ഹോംവർക്ക് ഒന്ന് പറയോ? ആൻസേഴ്സ് ഏതാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നത്? 1.1 1 5th സബ് ക്വസ്റ്റ്യൻ. എന്താണ് പ്രോബ്ലം ഉണ്ടോ അതില്? ആർ ഇസ് എ സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ സെറ്റ് ആണ്. ഇൻ എ ടൗൺ, then first question, r equal to set of all x y such that x and y work at the same place. അപ്പൊ ഇതൊക്കെ റിഫ്ലെക്സീവ് സിമെട്രി, ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പെട്ടതാണ്. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ ഒരാൾ എക്സ് എന്ന ഒരാള് അയാളും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം അല്ലേ? മീൻസ് അയാൾ വർക്ക് ചെയ്യുന്നു വീണ്ടും അത് തന്നെ. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. എക്സ് എക്സ് എലമെന്റ് ഓഫ് ആർ. പിന്നെ എക്സും വൈയും സെയിം ടൗണിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, സെയിം പ്ലേസിലാണെങ്കിൽ നമുക്ക് പറയാം വൈ ആൻഡ് എക്സ് സെയിം പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇത് സിമെട്രിക്. എക്സും വൈയും സെയിം പ്ലേസിൽ, വൈ ആൻഡ് സെഡ് സെയിം പ്ലേസിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ 3 പേരും ഒരേ സ്ഥലത്തല്ലേ വർക്ക് ചെയ്യുന്നത്. സോ എക്സ് ആൻഡ് സെഡ് വർക്ക് അറ്റ് ദി സെയിം പ്ലേസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ്. ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി അല്ലേ? പ്രോബ്ലം ഇല്ല. അതിൽ സി നോക്കൂ, എക്സ് ഈസ് എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ വൈ. അതാണ് അടുത്ത റിലേഷനിൽ രണ്ട് എക്സും വൈയും റിലേറ്റഡ് ആവണമെങ്കിൽ എക്സ് ഈസ് 7 സെന്റിമീറ്റർ ടോളർ ദാൻ, എക്സാക്ട്ലി 7 സെന്റിമീറ്റർ ടോളർ ദാൻ വൈ ആയിരിക്കണം. ഇപ്പൊ ഒരാള് അയാളെക്കാൾ 7 സെന്റിമീറ്റർ നീളം കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അയാൾക്ക് നീളേ ഉള്ളൂ. അയാളെക്കാൾ 7 സെന്റിമീറ്റർ നീളം കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ഒരാള് അയാളോട് റിലേറ്റഡ് അല്ല. ഇവിടുത്തെ റിലേഷൻ 7 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. സോ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി ഒരാള് മറ്റേ ആളെക്കാൾ 7 സെന്റിമീറ്റർ നീളം കൂടുതലാണെങ്കിൽ തിരിച്ച് രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളെക്കാൾ 7 സെന്റിമീറ്റർ നീളം കുറവാണ് വരിക. സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഓക്കെ, ഇനി എക്സ് വൈയേക്കാൾ 7 സെന്റിമീറ്റർ നീളം കൂടുതൽ, വൈ സെഡിനേക്കാൾ 7 സെന്റിമീറ്റർ നീളം കൂടുതലാണെങ്കിൽ എക്സ് ആൻഡ് വൈ എങ്ങനെ വരും റിലേഷൻ? എന്താണ് വരിക? 14 സെന്റിമീറ്റർ ആണ് ഡിഫറൻസ് വരിക. എക്സാക്ട്ലി 7 അല്ല. അപ്പൊ അത് ട്രാൻസിറ്റീവും അല്ല. പിന്നെ ക്ലിയർ ആവുന്നില്ലേ? സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല ടീച്ചർ, ക്ലിയർ ആവുന്നുണ്ട്. നെക്സ്റ്റ്, r equal to set of all x such x is wife of y. അപ്പോ ഇതൊക്കെ വളരെ സിമ്പിൾ സിലി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എക്സ് ഈസ് വൈഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരാൾ അയാളുടെ വൈഫാണോ? നോ, ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി എക്സ് ഈസ് വൈഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ തിരിച്ച് വൈ ഈസ് ഹസ്ബൻഡ് ഓഫ് എന്നല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ തിരിച്ചു പറയുമ്പോ അത് ശരിയാവില്ല റിലേഷൻ. വൈ എക്സ് വൈഫ് ഓഫ് വൈ ആണെങ്കിൽ വൈ വൈഫ് ഓഫ് എക്സ് തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഇനി എക്സ് വൈഫ് ഓഫ് വൈ, എക്സ് ട്രാൻസിറ്റീവ് നോക്കുമ്പോ എക്സ് വൈഫ് ഓഫ് വൈ, വൈയുടെ വൈഫ് ആണെങ്കിൽ ദാറ്റ് വൈ വൈഫ് ഓഫ് അനദർ പേഴ്സൺ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് സെക്കൻഡ് എലമെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയർ നമുക്ക് കാണാൻ പറ്റില്ല. സോ ദാറ്റ് റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇറ്റ് ഇസ് ട്രാൻസിറ്റീവ്. എന്തുകൊണ്ടാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്? സെക്കൻഡ് എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയർ ഇല്ല. ക്ലിയർ ആണോ? അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഈസ് ഫാദർ ഓഫ് വൈ ആണ് റിലേഷൻ. അപ്പൊ ഒരാൾ അയാളുടെ തന്നെ അച്ഛനാവില്ല. സോ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി എക്സ് ഈസ് ഫാദർ ഓഫ് വൈ ആണെങ്കിൽ വൈ ഫാദർ ഓഫ് എക്സ് ആവുമോ? നോ, ആവില്ല. എക്സ് ഫാദർ ഓഫ് വൈ, വൈ ഫാദർ ഓഫ് സെഡ് ആണെങ്കിൽ എക്സ് ഫാദർ ഓഫ് സെഡ് പറയാൻ പറ്റുമോ? ഇല്ല. എന്തേ ആവുള്ളൂ? ഗ്രാൻഡ് ഫാദർ അല്ലേ? സോ ഇറ്റ് ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻസ്. അതും
ഒന്നും അങ്ങനെ അതായത് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ജസ്റ്റ് വെറുതെ ഒരു നിങ്ങൾക്ക് റിലേഷൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടീച്ചർ താങ്ക് യു. നിർത്താം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടീച്ചർ. താങ്ക് യു. Good night. Thank you, teacher. ഓക്കെ Thank you, teacher. ഓക്കെ. Thank you, teacher. താങ്ക് യു Thank you, teacher.